ബാറുടമകളിൽ നിന്ന് മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയെന്ന കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിജിലൻസ് കോടതി. 2 തവണയായി പണം വാങ്ങിയതിന് സാക്ഷികളുണ്ട്. വിജിലൻസ് റിപ്പോർട്ട് തള്ളി. തുടരന്വേഷണം വേണമെന്ന് കോടതി. പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് കെ എം മാണി. രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. അപ്പീൽ നൽകുമെന്ന് സർക്കാർ. വിജിലൻസിന് കോടതിയുടെ രൂക്ഷ വിമർശം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ പരിഗണിച്ചില്ല. അന്തിമ റിപ്പോർട്ടിലുള്ളത് ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ ഡയറക്ടർ സമ്മർദ്ദം ചെലുത്തിയെന്നും കോടതി. വിൻസൻ എം പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിനം കൂടി. ബാർ കോഴക്കേസ് വിധി പ്രധാന പ്രചാരണായുധമാക്കാൻ ഇടതുമുന്നണി. ദളിത് അക്രമങ്ങളിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് BJP സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി. ബാർ കോഴക്കേസിൽ ഇന്ന് വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പൊരുളെന്ത്? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. ബാറുടമകളിൽ നിന്ന് മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയെന്ന കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിജിലൻസ് കോടതി. 2 തവണയായി പണം വാങ്ങിയതിന് സാക്ഷികളുണ്ട്. കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളിയ കോടതി തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ബാർ കോഴക്കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നതിനൊപ്പം വിജിലൻസ് ഡയറക്ടറെ കണക്കറ്റ് വിമർശിക്കുന്നുമുണ്ട് തന്റെ 62 പേജുള്ള വിധിന്യായത്തിൽ വിജിലൻസ് ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ. ധനമന്ത്രി കെ എം മാണി ബാർ ഉടമകളിൽ നിന്ന് 2 തവണയായി 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്ന് വിധിപകർപ്പിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. 2014 മാർച്ച് 22-നും ഏപ്രിൽ 2-നുമായി മാണി പണം കൈപ്പറ്റിയതായി അന്വേഷണത്തിന്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു. ഇത് വിചാരണയിലൂടെയാണ് തെളിയിക്കപ്പെടേണ്ടത്. എന്നാൽ ഈ തെളിവുകൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോൾ ചെയ്തത്. മാത്രവുമല്ല, കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥന്റെ കടുത്ത സമ്മർദ്ദവുമുണ്ടായി. ബിജു രമേശ് അന്വേഷണ സംഘത്തിന് കൈമാറിയ CD-യിലെ ശബ്ദങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ലെന്നും കോടതി വിമർശിച്ചു. കെ എം മാണിയുമായി മാർച്ച് 30-ന് ബാർ ഉടമകൾ നടത്തിയ 2ാമത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒപ്പം ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ കഴിഞ്ഞ 1 വർഷത്തെ ബാങ്ക് ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ കോടതി കേസിൽ തുടരന്വേഷണം നടത്താൻ SP R സുകേശിന് നിർദ്ദേശം നൽകി. കൃത്യമായ തുടരന്വേഷണത്തിലൂടെ കെ എം മാണിയെ വിചാരണ ചെയ്യാനുള്ള തെളിവുകളുണ്ടോ എന്ന് പരിശോധിച്ച് സ്വതന്ത്രമായി അഭിപ്രായം അറിയിക്കാനും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചു. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം. ബാർ കോഴക്കേസിലെ വിജിലൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. വിജിലൻസ് ഡയറക്ടറുടെ അധികാരത്തെ ചോദ്യം ചെയ്തതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപേ കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് പറഞ്ഞതും ശരിയല്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അപ്പീൽ നാളെ തന്നെ സമർപ്പിച്ചേക്കും. വിജിലൻസ് എന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെയും വിജിലൻസ് ഡയറക്ടറുടെ അധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ് കോടതി വിധിയെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഈ വിധി ചോദ്യം ചെയ്തില്ലെങ്കിൽ അത് വിജിലൻസിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്നും സർക്കാർ കരുതുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വിധിയുടെ ഭാഗമായി നൽകിയത് ശരിയല്ല. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപേ കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് പറയുന്നതും നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രാഷ്ട്രീയ തീരുമാനമല്ല എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെയുണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് സൂചന. വിധിക്ക് സ്റ്റേ ലഭിച്ചാൽ പോലും നേട്ടമുണ്ടാകുമെന്നും സർക്കാർ കരുതുന്നു. കോടതി വിധിയുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ തയ്യാറാക്കി നാളെ തന്നെ സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിന് നൽകിയിരിക്കുന്നത്. മീഡിയ 1, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് കെ രാംകുമാർ നിയമവിദഗ്ധൻ. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. മുൻ DGP MGA രാമൻ അദ്ദേഹവും കൊച്ചിയിൽ നിന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബിജു രമേശ് പരാതിക്കാരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ പങ്കുചേരും. കേരള കോൺഗ്രസ് നേതാക്കളെയും CPM നേതാക്കളെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്. ശ്രീ രാംകുമാർ, ഇന്ന് ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം, കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയായില്ല എന്നാണ്. കോടതിയുടെ നടപടിക്രമമനുസരിച്ച് അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഇതിൽ എന്തെങ്കിലും അപാകം താങ്കൾ കാണുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് സർക്കാരിന് ഒരു പരാതി ഉണ്ടാകേണ്ട ഒരു സന്ദർഭം ഈ കോടതിയിൽ വിധിയിൽ ഉണ്ടായിട്ടില്ല. കാരണം റിപ്പോർട്ട് സമർപ്പിച്ചത് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡയറക്ടർ ഓഫ് വിജിലൻസ് ആണ്. അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് നിരാകരിച്ചുകൊണ്ടും അതിൽ പറഞ്ഞ പ്രസ്താവനകൾ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. അതിന് ഉപോത്ബലവുമായി 2 സ്വകാര്യ പ്രഗത്ഭ അഭിഭാഷകരുടെ നിയമോപദേശവും
അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് കോടതി നിരാകരിച്ചതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ചുമതലയും കോടതിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. കാരണം പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിക്കുന്നില്ല. ഉദാഹരണത്തിന് പോലീസ് സ്വാധീനത്തിൽപ്പെട്ട് തെളിവുകളില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വേണമെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്ന നിഗമനത്തിലെത്തി സ്വീകരിക്കാതിരിക്കാൻ കോടതിക്ക് ക്രിമിനൽ നടപടി നിയമത്തിലെ വിവിധ വകുപ്പുകൾ അധികാരം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് സംബന്ധമായി കൂടുതൽ അന്വേഷണം വേണമെന്ന് 173(8) പ്രകാരമുള്ള അധികാരം വിനിയോഗിക്കാനും കോടതിക്ക് അവകാശമുണ്ട്. ഇത് മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഒരു കീഴുദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞ നടപടി ശരിയല്ല. അത് ശരിയല്ല എന്ന് വിജിലൻസ് ഡയറക്ടർ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൽപ്പേര് നിലനിർത്താൻ താൻ ലീവിൽ പോവുകയാണ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഈ വിധി പരോക്ഷമായി അംഗീകരിക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കാൻ ഡയറക്ടർ ഓഫ് വിജിലൻസ് ആണ് പ്രോസിക്യൂഷൻ. ഡയറക്ടർ ഓഫ് വിജിലൻസ് ഇത് അംഗീകരിച്ചുകൊണ്ട് ലീവിൽ പോകുന്ന സ്ഥിതിക്ക് ആരാണ് പരാതിക്കാരൻ? പിന്നെ പരാതി ഉണ്ടാവേണ്ടത് ശ്രീ KM മാണിക്കാണ്. അദ്ദേഹമായിട്ട് വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 101 അന്വേഷണം നടക്കട്ടെ, വിധി ഞാൻ സ്വാഗതം ചെയ്യുന്നു, എനിക്കെതിരല്ല എന്ന്. അപ്പോൾ പിന്നെ ആരാ പരാതിക്കാരൻ? ഈ വിധിയിൽ കൂടുതലായി പരാതി ഉണ്ടാകേണ്ട, നാളെ പ്രതിസ്ഥാനത്ത് വരും എന്ന് സംശയിക്കുന്ന വ്യക്തിക്ക് പരാതിയില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് നിരാകരിച്ച വ്യക്തിക്ക് പരാതിയില്ല. പിന്നെ സർക്കാരിന് എന്താ പരിപാടി? സർക്കാർ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? പൊതുജനങ്ങളുടെ കാശ് ചിലവാക്കി ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് എന്ത് പരാതി ബോധിപ്പിക്കാനാണ് സർക്കാർ പോകുന്നത്? വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൽപ്പേര് നിലനിർത്താൻ ഞാൻ അവധിയിൽ പോകുന്നു, എനിക്ക് തെറ്റുപറ്റി, എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവധിയിൽ പോകുന്നു. അപ്പോൾ പിന്നെ ഇതിൽ അപ്പീൽ കൊടുക്കുന്നതിന് എന്താ പ്രസക്തി? ശ്രീരാംകുമാർ, ഒരു കാര്യം കൂടി കുറച്ചുകൂടി കൃത്യതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് പറഞ്ഞത് ശരിയായില്ല എന്നൊരു വാദമാണ് സർക്കാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ വാദത്തിൽ കഴമ്പുണ്ടോ? അങ്ങനെയല്ലല്ലോ കോടതി ചെയ്തത്. കോടതി ശ്രീ SP സുകേശൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ധനകാര്യമന്ത്രിയെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ഉപോത്പലകമായി ബിജു രമേശിൻ്റെ ഡ്രൈവറുടെ മൊഴി, ബാർ അസോസിയേഷൻ പ്രതിനിധികളുടെ സംഭാഷണം, ചില CD-കൾ, മറ്റ് തെളിവുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇത് വിചാരണ ചെയ്യാൻ മാത്രമുള്ള വസ്തുതകളുണ്ടെന്നാണ്. അല്ലാണ്ട് ശ്രീ KM മാണിയോ പ്രതികളെ ശിക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയല്ലേ? അന്വേഷണം നടത്തിക്കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ നിഗമനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത് കണ്ടു ഞാൻ എന്ന് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയല്ലേ? ആ ചുമതല നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്ന മേലുദ്യോഗസ്ഥനെ ശ്രീ MJ രാമൻ അറിയാം. നിലവിലുള്ള കേരള പോലീസ് ആക്ടിലെ 117-ാം വകുപ്പ് അനുസരിച്ച് കുറ്റകരമായ ശിക്ഷയാണ് ചെയ്യുന്നത്. ഒരു കീഴുദ്യോഗസ്ഥൻ്റെ ചുമതല തടസ്സപ്പെടുത്തുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ കേരള പോലീസ് ആക്ടിലെ 117-ാം വകുപ്പ് അനുസരിച്ച് ശിക്ഷിക്കാനുള്ള വകുപ്പ് നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ക്ഷമിക്കണം, ഇതുപോലെ ഒരു റിപ്പോർട്ട് കൊടുത്ത് സർക്കാർ അപ്പീൽ കൊടുക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ പ്രഥമദൃഷ്ട്യാ കണ്ടു എന്ന് പറയുന്നത് ശ്രീ സുകേശൻ്റെ റിപ്പോർട്ട് തള്ളിക്കളയാവുന്നതല്ല എന്ന പശ്ചാത്തലത്തിലാണ്. ക്ഷമിക്കണം. അഡ്വക്കേറ്റ് രാംകുമാർ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ MJ രാമൻ, ഇവിടെ ഇന്ന് കോടതി നടത്തിയ പരാമർശങ്ങളിൽ ഏറ്റവും വിമർശവിധേയമായിരിക്കുന്നത് വിജിലൻസിൻ്റെ ഡയറക്ടറാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏറെ താല്പര്യമെടുത്ത് അന്വേഷണം നടത്തുകയും വസ്തുതകൾ ശേഖരിക്കുകയും ചെയ്ത് സമർപ്പിച്ച റിപ്പോർട്ട് മേൽനോട്ടത്തിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്ന് കോടതി വ്യക്തമായി തന്നെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് വിജിലൻസ് ഡയറക്ടർ ശ്രമിച്ചത് എന്ന് പറയാതെ പറയുകയല്ലേ കോടതി ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇതിൽ 2 പോയിന്റ്
ഡയറക്ടർ വിജിലൻസ് അങ്ങയുടെ പവേഴ്സ് എന്താണ്? അങ്ങേരെ കീഴ് ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് തന്നാൽ അത് അങ്ങേരെ അങ്ങനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? അങ്ങേരെ തൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്യാൻ പാടില്ലേ? അങ്ങേരെ തൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇസ് അബ്സല്യൂട്ട്ലി മസ്റ്റ്. ഒരു കീഴ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് വന്നു, അത് IG കണ്ടു, പിന്നെ അങ്ങേ അടുത്ത് പറഞ്ഞത്. അങ്ങേര് നോക്കിയപ്പോൾ 2-3 കാര്യത്തിൽ അങ്ങേര് അതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു. ശരിയാ, പ്രൈവറ്റ് അഡ്വക്കേറ്റ്സ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പ്രൈവറ്റ് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തിന് ഒപ്പീനിയൻ ചോദിക്കാൻ പാടില്ല പറഞ്ഞത് റൂളുണ്ടോ? ഗവൺമെൻറ് ഒരു ഏതെങ്കിലും ഡയറക്ഷൻ ഉണ്ടോ അങ്ങനെ ചോദിക്കാൻ പാടില്ലാണ്? ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, റൂൾസ് ഉണ്ടാക്കിയാൽ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റൂൾസ് ഇല്ലാക്കിയാൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ഉണ്ട്, അതിന് ചോദ്യം തെറ്റുമില്ല. പിന്നെ റിപ്പോർട്ട് ഞാനെങ്കിൽ ഇപ്പം ഞാനൊരു DG ആണ്, എൻ്റെ കീഴ് ഉദ്യോഗസ്ഥർ ഒരു റിപ്പോർട്ട് തന്നു പറഞ്ഞ് ഞാൻ കണ്ണുകൂട്ടിയിട്ട് അത് അഗ്രി ചെയ്യാൻ വേണ്ടിയില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഐ മേ ഡിസഗ്രി, ഐ മേ അഗ്രി. അപ്പോൾ റിപ്പോർട്ട് ഒരു DG ഡയറക്ടർ വിജിലൻസിൻ്റെ പവേഴ്സ് കുറയ്ക്കാൻ പാടില്ല. ആ റിപ്പോർട്ട് അങ്ങേരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺസ് ഉണ്ടാവും, അത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കോടതി വിമർശിച്ചു, പറഞ്ഞോട്ടെ, കോടതിക്ക് പവറുണ്ട്. പക്ഷെ ആ വിമർശനം പേഴ്സണൽ അറ്റാക്കിൽ പോകാൻ പാടില്ല. ഓൺലി ഇറ്റ് ഷുഡ് ബി മെയിൻലി ഓൺ ദി കേസ്, നത്തിങ് എൽസ്. ദ കോർട്ട് ഷുഡ് നോട്ട് ഗോ ബിയോണ്ട് എ ലിമിറ്റ്. പക്ഷെ ഇതെല്ലാം വരുമ്പോൾ ഒരു പേഴ്സണലായിട്ട് വന്ന് കളയും. അങ്ങനെ ഞാൻ ഐ ഹാവ് നോട്ട് സീൻ ദ ജഡ്ജ്മെൻറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് കാലത്ത് ഉച്ച തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിമർശനം. ഡയറക്ടർ വിജിലൻസ് കോടതി പറഞ്ഞു, വാട്ട് വിമർശനം? തെറ്റാണെങ്കിൽ അത് തെറ്റ് ബസ്. പക്ഷേ ഇതിന് മുകളിൽ നിങ്ങൾ പേഴ്സണലായിട്ട് 1.5 പേജ് 2-3-4 പേജ് ഒരു DVIനെ പറ്റിയിട്ട് അങ്ങയുടെ എഗെയിൻസ്റ്റ് പറഞ്ഞത് ശരിയായിട്ടില്ല. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. അങ്ങേരെ ഡയറക്ടർ വിജിലൻസ് ക്യാൻ ഗോ ടു ദ കോർട്ട് ആൻഡ് ഗെറ്റ് ഇറ്റ് എക്സ്പെൻസ്ഡ് ഇൻ ദ ഹയർ കോർട്ട്. ശ്രീ MG രാമൻ, ഇവിടെ വ്യക്തിപരമായ ഒരു വിമർശനം എന്നതിനപ്പുറത്ത് വ്യക്തിപരമായൊരു വിമർശം എന്നതിനപ്പുറത്ത് കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച വിവരങ്ങൾ സത്യസന്ധമായി പരിശോധിച്ച് അതിന്മേൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് പകരം തൻ്റെ മേൽനോട്ടാധികാരം പ്രയോജനപ്പെടുത്തുകയും താൻ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടിന് ഒപ്പിച്ച് കോടതിക്ക് മുൻപാകെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു വിജിലൻസ് ഡയറക്ടർ എന്നാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നിരവധി ന്യായങ്ങൾ കോടതി നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിജിലൻസ് ഡയറക്ടറുടെ മേൽ അയാളുടെ മുന്നിൽ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ വസ്തുതകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് യുക്തിസഹമായൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ സമ്മർദ്ദം ചെലുത്തി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നതല്ലേ? അല്ല, ഇതിൻ്റെ ക്ലിയർ ആയിട്ടൊരു ഡയറക്ടർ വിജിലൻസ് ഒരു ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങേര് ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ പറയണത് ലോവർ ലെവലിന് DYSPയുടെ SP റിപ്പോർട്ട് വന്നാൽ അത് അങ്ങനെ അംഗീകരിക്കാൻ പറഞ്ഞാൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഡയറക്ടർ വിജിലൻസ് തന്നെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് അത് വേണ്ട ഹൗ ടു ഡു ഇറ്റ് എടുത്ത് ശരിയല്ല. ബാക്കി കോടതി പറയട്ടെ, ശരി, ഇപ്പം കോടതി പറഞ്ഞു അത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഡയറക്ടർ വിജിലൻസിന് പവേഴ്സ് ഇല്ല പറഞ്ഞ് ശരിയല്ല. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. റൈറ്റ്. MG രാമൻ വണങ്ങിയതാം. ശ്രീ ബിജു രമേശ്, ഇവിടെ കോടതി ഇന്ന് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് അല്ലെങ്കിൽ കോടതി ഇന്നെടുത്ത തീരുമാനത്തോട് വിജിലൻസ് ഡയറക്ടർക്ക് നേരെ നടത്തിയ വിമർശം താങ്കൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? വിജിലൻസ് ഡയറക്ടർ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രേഖപ്പെടുത്തിയ അഭിപ്രായവും ആ അഭിപ്രായത്തോട് യോജിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ വിജിലൻസ് ഡയറക്ടർക്ക് മേൽ അതിനു മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു എന്നാണോ? ഇതിൻ്റെ റെഫർ ചാർജസ് വരുന്നതിനൊക്കെ തന്നെ 1 മാസം മുമ്പ് ചാനലുകളിൽ ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് അത് ആ സമയത്ത് വിൻസെന്റ് പോൾ സാറും പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് സമ്മർദ്ദം പല ഭാഗത്തു നിന്നും ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നു എന്ന് ഒരിക്കൽ സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ ആ സമയത്താണ് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് 3 ഓഫറുകൾ വെച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓഫർ ചെയ്തതായിട്ട്. ഒന്ന്, ഇപ്പോൾ ഉണ്ടാകുന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിബി മാത്യു സാർ, വിവരാവകാശ കമ്മീഷൻ്റെ സിബി മാത്യു സാർ റിട്ടയർ ആവുന്ന ആ വകുപ്പിലേക്ക് അദ്ദേഹത്തിനെ നിയമിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റ് 2 ഏതോ പോസ്റ്റുകൾ വരുന്നുണ്ട്, ആ പോസ്റ്റിലേക്ക് കൂടി കൊടുക്കാമെന്നുള്ളൊരു ഓഫറുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു. മാണി സാറിൻ്റെ ഈ കേസിന് തിരിച്ച് പകരം സഹായിക്കണം എന്നുള്ളതാണ് അതിനുള്ള കണ്ടീഷൻ. ഇതെനിക്ക് അതിനകത്തുനിന്ന് തന്നെ കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ അത് കിട്ടിയ ഇൻഫർമേഷൻ ആ ദിവസങ്ങളിൽ തന്നെയുള്ള ചാനലുകളിൽ പുറത്ത് പറഞ്ഞതാണ്. പക്ഷേ വിൻസെന്റ് പോൾ സാറിനെ സംബന്ധിച്ച് ഈ നവംബർ 30 അവസാനത്തോടുകൂടി റിട്ടയർ ആവുകയാണ്. അതിനുശേഷം ഒരു 6 വർഷം ഒരു സ്ഥാനം കിട്ടിയാൽ എന്നുള്ള ഇതേ DGPയുടെ അതേ അധികാര ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ 66 വയസ്സ് വരെ അദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ കഴിയും. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാവാം. ഈ രണ്ടിലേതോ ഒന്ന് അദ്ദേഹം കൊണ്ടാണ് ഈ കേസിൻ്റെ അമിതമായ താല്പര്യമെടുക്കുകയും ഡൽഹിയിലെ ലോയേഴ്സിനൊക്കെ വരെ സുപ്രീം കോടതിയിലെ ലോയേഴ്സിനെ തന്നെ കണ്ട് നിയമോപദേശം വാങ്ങുകയും അങ്ങനെ ഒരു ചരിത്രം വിജിലൻസിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ല. അപ്പോൾ അത്രമാത്രം അമിതമായ താല്പര്യമെടുക്കുകയും അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളെ എല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ റഫർ ചെയ്ത് കൊടുക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദം ചെലുത്തി റഫർ റിപ്പോർട്ട് കൊടുപ്പിക്കുകയും കൂടി ചെയ്തപ്പോൾ 2 കാര്യങ്ങളിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നുകിൽ അദ്ദേഹം അവർ കൊടുത്ത ഓഫറുകൾക്ക് വഴങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടാവാം. ഈ 2 എണ്ണത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അന്ന് മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ആ സമയത്ത് ചെയ്തത്. പക്ഷേ ഇന്ന് ജഡ്ജിമെൻറ്റ് വന്ന സമയത്ത് തന്നെ 4 പേജുള്ള അദ്ദേഹത്തിൻ്റെ ഈ ലീവ് എടുത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കത്ത്, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ജഡ്ജിമെൻറ്റ് വരുമെന്ന് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിൽ സംശയമുണ്ടാകുന്നു. ജഡ്ജിമെൻറ്റ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വിൻസെന്റ് പോൾ അദ്ദേഹം ലീവിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ആ ഒരു കത്ത് പുറത്തേക്ക് കൊടുക്കുന്നു, അതൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ നേരത്തെ തിരിച്ചു വരാനുള്ള സാധ്യതയോ അല്ലെ തിരിച്ച് പിന്നുണ്ടായ ഇതിനു വേണ്ടി ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് അദ്ദേഹത്തിന് മാനസികമായിട്ടുണ്ടായ ഒരു പശ്ചാത്താപത്തിൻ്റെയോ ഒരു ഭാവമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ എടുത്ത നിലപാടിൽ തന്നെ തെറ്റായി പോയി എന്നൊരു പശ്ചാത്തലം. താങ്കൾ നേരത്തെ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം സ്വീകരിച്ച കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു പക്ഷേ വിജിലൻസ് ഡയറക്ടർ മാത്രം എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമല്ലല്ലോ അത്തരമൊരു നിയമോപദേശം സ്വീകരിക്കൽ. അത് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ ഒരു നിയമോപദേശം തേടാൻ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ 2 പേരിൽ നിന്ന് നിയമോപദേശം സ്വീകരിക്കുന്നത്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ഈ കുറിപ്പ്, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്മേൽ കുറിപ്പ് തയ്യാറാക്കുന്നത്. ആ കുറിപ്പിനനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ റിപ്പോർട്ട്, കേസ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നിയമപരമായ ചില പ്രക്രിയകൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നോ അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നോ നമുക്ക് ഒറ്റ വാക്കിൽ ആരോപിക്കാൻ സാധിക്കില്ലല്ലോ. ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഈ പ്രതി ആരാണ്? പ്രതി നിയമവകുപ്പ് മന്ത്രിയാണ്. നിയമവകുപ്പ് മന്ത്രി കൂടി ആയിരിക്കുന്ന പ്രതി ഫൈനാൻസ് മിനിസ്റ്ററിന് പുറമെ നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഇരിക്കുന്ന മന്ത്രിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആ പ്രതി അതുകൊണ്ട് മാത്രമല്ലേ സുപ്രീം കോടതിയിലെ ലോയേഴ്സിന് വലിയ ഫീസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിൻസെന്റ് പോൾ സാറ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിൽ കൂടുതലായി അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് കോടതി പല ഭാഗത്ത് വിമർശനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കീഴുദ്യോഗസ്ഥന് ഇത്രമാത്രം സമ്മർദ്ദം ചെലുത്തി അതിനകത്ത് ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. അതിന് തെളിവുകൾ, നിരവധി തെളിവുകളുണ്ട്. ഈ 1 കോടി രൂപ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൽ കവിഞ്ഞ് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുള്ളതായിട്ട് തെളിവുകളുണ്ട്. ബാക്കിയുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അഴിമതി നടത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ കണ്ടെടുക്കും, ഇതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടെടുക്കും. അങ്ങനെ ഒരു പ്രക്രിയ ഇതുവരെയുള്ള വിജിലൻസിൻ്റെ ചരിത്രത്തിൽ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ മാണിസാറുമായി ബന്ധപ്പെട്ട മാണിസാറിൻ്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല. ആ വീട് റെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ ആ സമയത്തൊക്കെ കയറിയിരുന്നെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന കൗണ്ടിങ് മെഷീൻ പോലും പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അതൊക്കെ ചാനലിൽ വന്നുപോയ സാഹചര്യത്തിൽ ഇതെല്ലാ സാധനങ്ങളും മാറ്റുന്നതിന് വേണ്ടിയുള്ള സമയം ഒരുപാട് കൊടുത്തു. ഇനിയിപ്പോൾ നോക്കിയാൽ ഈ കൗണ്ടിങ് മടങ്ങിയെത്താം. ഇപ്പോൾ ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് എം പ്രതിനിധി, അദ്ദേഹം കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ജോബ് മൈക്കിൾ, കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയിൽ തുടരന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട് പാർട്ടി.
പിന്നെ ഈ കേസിൽ അപ്പീൽ പോകണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുണ്ടോ? വിജിലൻസ് കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുണ്ടോ? പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്നത് കുറ്റപത്രം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മിനുണ്ടോ? രാജീവേ, ഞങ്ങളെ പാർട്ടി പറഞ്ഞല്ലോ, മാണിസാറ് പറഞ്ഞു 101 പ്രാവശ്യം അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഇവിടെ ബിജു രമേശ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ബിജു രമേശ് ഏതെങ്കിലും സമയത്ത് കൊണ്ട് പൈസ മാണിസാറിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ ചമച്ച കഥകളാണ് ഇവിടെ ഉണ്ടായതെല്ലാം. അത് എല്ലാവർക്കും പകൽ പോലെ വെളിച്ചമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു, ഒരു കോടതി ഒരു വിധി ഉണ്ടായാൽ അല്ലെങ്കിൽ കോടതി ഒരു കണ്ടെത്തലുണ്ടായാൽ ആ കണ്ടെത്തലിനെതിരെ ഏതറ്റം വരെ നിയമപരമായിട്ട് പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ആ കിട്ടുന്ന അവകാശത്തെ സംബന്ധിച്ച് ആർക്കും തർക്കമുള്ള കാര്യമല്ല. അപ്പം കോടതി ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടെടുത്തിട്ട് ആ സത്യം കണ്ടെത്തണം. അതല്ലാതെ എവിടെയെങ്കിലും ചാനൽ ചർച്ചയിലൂടെ ഇരുന്ന് വിജയരമേശ്വരനെ ഈ കാര്യം പറഞ്ഞ എവിടാ? ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കേസാ. അതല്ലാതെ അദ്ദേഹം നേരിട്ട് പോയി കൊടുത്തതല്ല. ശ്രീ ജോബ് മൈക്കിൾ, ആ കേസ് ബിജു രമേശ് ഉന്നയിച്ച ആരോപണം എന്ന നിലയിൽ നിന്ന് ആ കേസ് മാറിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് നിലനിൽക്കാൻ പാകത്തിലുള്ള വിവരങ്ങൾ വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് എന്ന് കോടതി പരാമർശിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ വിചാരണയിലൂടെ വസ്തുതാപരമാണോ അല്ലയോ എന്നത് വിചാരണയിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ബിജു രമേശ് ഉന്നയിച്ച ഒരു ആരോപണം എന്ന നിലയിൽ നിന്ന് ആ കേസ് മാറിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ വിജിലൻസ് ഇപ്പോൾ പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം എന്ന അഭിപ്രായം കേരള കോൺഗ്രസിനുണ്ടോ? പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കോടതി പറഞ്ഞു എന്ന ആക്ഷേപം കേരള കോൺഗ്രസ് എമ്മിനുണ്ടോ? ഇത് ഇവിടെ നിങ്ങളെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അപ്പം നിയമം അനുസരിച്ചുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളുണ്ടാകും. നിയമം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയല്ലേ നിയമം. അപ്പം ആ നിയമത്തിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാകും. അത് കേരള കോൺഗ്രസ് പാർട്ടിയും ആ അഭിപ്രായം സർക്കാർ എടുക്കുന്ന തീരുമാനത്തോട് തന്നെ യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. റൈറ്റ്. ശ്രീ ജോബ് മൈക്കിൾ, അങ്ങനെയാണെങ്കിൽ ഈ തുടരന്വേഷണം വേണം എന്ന ഉത്തരവിനെ കേരള കോൺഗ്രസ് എം സർവാത്മന സ്വീകരിക്കുന്നു എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിലുള്ളത്. മന്ത്രി കെ എം മാണി രാവിലെ ഈ വിധി വന്നതിന് തൊട്ടുപുറകെ പറഞ്ഞത് 101 തവണ പുനരന്വേഷണം നടന്നോട്ടെ, എൻ്റെ നിരപരാധിത്വം കൂടുതൽ വ്യക്തമായി തെളിയിക്കപ്പെടാൻ അത് സഹായിക്കും എന്നാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു അപ്പീൽ നൽകേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം മാറുന്നത്, സർക്കാർ മാറുന്നത്? അത് ജഡ്ജിമെന്റ് വായിച്ചു നോക്കിയതിന് ശേഷമായിരിക്കാം. ആ കോടതി പുനരന്വേഷണത്തെ സംബന്ധിച്ച് കൊടുത്ത ഉത്തരവ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കേസിൽ അനാവശ്യമായി കോടതി എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ അനാവശ്യമായിട്ടുള്ള കമന്റുകൾക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ശ്രീ ജോബ് മൈക്കിൾ, വിജിലൻസ് ഡയറക്ടറുടെ അധികാരത്തെക്കുറിച്ച് കോടതി നടത്തിയ പരാമർശങ്ങൾ അത് ആണോ പ്രാഥമികമായി ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്, അതോ കെ എം മാണിക്കെതിരെ അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ, മന്ത്രി കെ എം മാണിക്കെതിരെയല്ല, ഈ കേസിൽ അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ തുടരന്വേഷണം നടക്കണം എന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെടാനാണോ? അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിയമത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് അതിനാവശ്യമായുള്ള രീതിയിലായിരിക്കും അത് മേളിലേക്ക് സമീപിക്കുക അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് സമീപിക്കുക. റൈറ്റ്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ നേരത്തെ തന്നെ ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് വിജിലൻസ് ആയാലും മറ്റ് ഏജൻസികളായാലും അന്വേഷിക്കുകയും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന നിയമ നടപടിക്രമങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ്. അങ്ങനെ പല കേസുകളും ദീർഘകാലം നീണ്ടുപോയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഈ കേസും ഏതാണ്ട് അതേ പാതയിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെയും കൈക്കൂലി കുറ്റത്തിന് ശിക്ഷിച്ചതായ ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഈ രാജ്യത്ത് അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായത് തമിഴ്നാട്ടിലാണ്. അവിടെ പോലും ആ കോടതി വിധി റദ്ദ് ചെയ്തുകൊണ്ട്
ഹൈക്കോടതി കുറ്റക്കാരൻ അല്ല എന്ന് പ്രഖ്യാപിച്ചു. ഇത് സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിൻ്റെ പ്രതിഫലനം അന്വേഷണ മേഖലയിലും കോടതികളിലും എത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ്. 10 രൂപ കൈക്കൂലി മേടിച്ച വില്ലേജ് ഓഫീസറെ ശിക്ഷിക്കാറുണ്ട്, പലപ്പോഴും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരെ ശിക്ഷിക്കാറുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനെ ശിക്ഷിപ്പിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയ നേതാവിന്, ഹരിയാനയിലെ ഒരു മന്ത്രി അദ്ദേഹം ജയിലിൽ കിടക്കുന്നുണ്ട് അഴിമതിക്ക്. അതല്ലാതെ ഏത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെയാണ് അഴിമതി കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത്? അഴിമതിയില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? അല്ലെങ്കിൽ അഭിപ്രായമുണ്ടോ? ഈ രാജ്യത്ത് നടക്കുന്ന മാതിരി അഴിമതി ലോകത്തിൽ ഒരു രാജ്യത്തും നടക്കുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും അഴിമതിയാണ് നടക്കുന്നത്. എന്നിട്ട് പോലും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനോ വിജിലൻസ് സംവിധാനത്തിനോ ഒരു രാഷ്ട്രീയ നേതാവിനെ ശിക്ഷിപ്പിക്കാൻ ഉള്ള സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പൊതുവേ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. CPM നേതാവ് MV ജയരാജൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ MV ജയരാജൻ, ഇവിടെ ഇന്ന് വിജിലൻസ് കോടതിയുടേതായി പുറത്തുവന്ന ഉത്തരവിനെ തുടർന്ന് സർക്കാർ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതി പറഞ്ഞത് ശരിയായില്ല എന്നൊരു വാദം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. വിജിലൻസ് ഡയറക്ടർക്ക് നിർവചിക്കപ്പെട്ട അധികാരങ്ങളുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതിന്മേൽ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന വാദവും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇടതുപക്ഷം എങ്ങനെയാണ് ഇന്നത്തെ വിധിയെ നോക്കിക്കാണുന്നത്? KM മാണിയുടെ രാജി എന്ന രാഷ്ട്രീയ ആവശ്യത്തിനപ്പുറത്ത് ഈ കേസിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ പാകത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇടതുമുന്നണിക്ക്? ബാർ കോഴ കേസിൽ UDF സർക്കാർ അഴിമതി മന്ത്രിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നതാണ് അപ്പീൽ കൊടുക്കാനുള്ള തീരുമാനം. പരിഹാസ്യമാണത്. കോടതി ചൂണ്ടിക്കാട്ടിയത് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയ മന്ത്രി മാണി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യമായിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മന്ത്രി മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ വിജിലൻസ് ഡയറക്ടറെ നിയമവിരുദ്ധമായ റിപ്പോർട്ട് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. വിജിലൻസ് ഡയറക്ടർ ഒരുപാട് പഴി കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. വിജിലൻസ് ഡയറക്ടർ തലസ്ഥാനത്ത് നിന്ന് അവധിയിൽ പോയിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാംകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ബാർ കോഴക്കേസ് കോടതിയിൽ പോലും എത്താതിരിക്കത്തക്ക നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് നിയമവിരുദ്ധമായി നടത്തുന്നത്. ഇതിനെ നിയമപരമായി നേരിടേണ്ടതുണ്ട്. അതോടൊപ്പം അഴിമതിക്കെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരം സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്രമാത്രം അഴിമതിക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു ഗവൺമെന്റ് ഇല്ല. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റും കേരളത്തിൽ ഇതുപോലെ വേറെയൊന്നും ഉണ്ടായിട്ടില്ല. ബാർ കോഴ കേസിന്റെ പ്രത്യേകത എന്താ? 5 കോടി ഉറുപ്പിക ശ്രീ KM മാണി ആവശ്യപ്പെട്ടു. 1 കോടി ഉറുപ്പിക ബാർ ഉടമകൾ നൽകാമെന്ന് സമ്മതിച്ചു. കൈക്കൂലി ആവശ്യപ്പെട്ടു, കൈക്കൂലി കൊടുത്തു. ബാർ ലൈസൻസ് പുതുക്കി കിട്ടുക എന്നതാണ് ബാർ ഉടമകളുടെ ആവശ്യം. അതിനുവേണ്ടിയുള്ള നീക്കവും നടന്നു. പക്ഷെ ഇത് പുറത്തു വന്നപ്പോ ഗവൺമെന്റ് കൈക്കൂലി വാങ്ങിയിട്ടും ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത വിധത്തിലുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പൊ കൈക്കൂലി വാങ്ങും, കൈക്കൂലി കൊടുത്തു. കൊടുത്തതിന് സാക്ഷികളുമുണ്ട്, അത് ശാസ്ത്രീയമായ തെളിവുകളുമുണ്ട്. ആ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും നിയമവിരുദ്ധമായി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തു. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരാം. ഞാൻ ഒരിക്കൽ കൂടി ബിജു രമേശിലേക്ക് പോയിട്ട് വരാം.
ശ്രീ ബിജു രമേശ്, ഇവിടെ ഇന്ന് കോടതി നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെ തുടരന്വേഷണത്തിൽ വേണം എന്ന് സംബന്ധിച്ച് കോടതി നൽകിയ നിർദ്ദേശത്തിൽ ബാർ ഹോട്ടൽ അസോസിയേഷൻ ഉടമകൾ നിയമ നടപടികൾക്കായി പിരിച്ചു എന്ന് പറയുന്ന തുക അത് ബാങ്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ല. ആ പണം എവിടെ പോയി എന്നത് അന്വേഷിക്കണം. ഒരു വർഷത്തെ ബാങ്ക് ഇടപാടുകൾ, ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. താങ്കൾ തന്നെയാണ് ഈ നിയമപരമായ നടപടികൾക്കായി എന്ന പേരിലാണ് കൈക്കൂലിക്ക് വേണ്ടിയുള്ള പണം പിരിച്ചത് എന്ന് താങ്കൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഈ രീതിക്ക്, അതായത് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ച രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നാൽ ബാർ ഹോട്ടൽ ഉടമകൾ ലൈസൻസ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കോഴ നൽകിയിട്ടുണ്ട് എന്നത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ വിജിലൻസിന്, സത്യസന്ധമായ അന്വേഷണം നടന്നാൽ വിജിലൻസിന് ലഭിക്കുമോ? സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഇതെല്ലാം പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ്. കാര്യം ഈ ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തന്നെ ഈ പിരിച്ച പൈസ കൊടുത്തതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വന്ന ഭാരവാഹികൾ, എല്ലാ ജില്ലയുടെ സെക്രട്ടറിമാരടക്കമുള്ളവർ വളരെയേറെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടായി. സാധാരണ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏകദേശം 5 മണിക്കൂറോളം നീണ്ടുപോയി. ഇതിൻ്റെ കണക്കുകൾ മൊത്തം ഏകദേശം 25 കോടി രൂപയോളമാണ് കഴിഞ്ഞ 3 വർഷക്കാലം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 3 വർഷക്കാലത്തിനിടയിൽ ഈ ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്നും അസോസിയേഷൻ പിരിച്ചെടുത്തത്. അതിനെ ചൊല്ലി വളരെയേറെ വിവാദങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി. രാജ്കുമാർ ഉണ്ണിയെയും നരേഷിനെയും അപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് വേറെ ചാർജ് എടുക്കണമെന്നുവരെയുള്ള തീരുമാനത്തിലേക്ക് വന്നു. പക്ഷേ ഇതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താതെ ചെയ്യാൻ പാടില്ല എന്ന്, ഇവരെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 25 കോടിയോളം രൂപ 3 വർഷത്തിനിടയിൽ പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 300ഓളം പേരിൽ സുകേഷ് ചോദ്യം ചെയ്തല്ലോ, മൊഴിയെടുത്തതിൽ നിന്ന് മനസ്സിലാക്കാൻ തന്നെ കഴിയുമല്ലോ. ആ സമയത്ത് തന്നെ 1ഉം 2ഉം ലക്ഷം രൂപ വെച്ച് ബാർ ഉടമകളിൽ നിന്നും അടിയന്തരമായി പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പൈസ ഈ എടുത്തിട്ടുള്ള മൊഴിയും ഇവർ കാണിക്കുന്ന കണക്ക് പുസ്തകവുമായി യാതൊരു ബന്ധവുമില്ല. 2 കണക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഈ പിരിച്ച പൈസ കൈക്കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് പുസ്തകം ജനറൽ സെക്രട്ടറിയുടെ കൈവശമുണ്ട്. രണ്ടാമത്തെ കണക്ക് പുസ്തകം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇത് രജിസ്റ്റേർഡ് സംഘടന ആയതുകൊണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള കണക്ക് പുസ്തകമുണ്ട്. അത് ചെക്കായിട്ട് വാങ്ങുന്നത് മാത്രമേ ഈ മറ്റേ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുകയുള്ളൂ. മറ്റ് ക്യാഷായി വാങ്ങുന്നത് മൊത്തം ഈ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഇതുപോലെ കൈക്കൂലി കൊടുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ഈ കണക്ക് പുസ്തകം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ആ പുസ്തകം കണ്ടെടുക്കാനും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, ജനറൽ സെക്രട്ടറിയുടെ കയ്യിലുള്ള വിവരവും പറഞ്ഞു. പക്ഷെ അത് സെർച്ച് ചെയ്യാനോ അത് കണ്ടെടുക്കാനോ അന്വേഷണ ശ്രീ ബിജു രമേശ്, താങ്കൾ ഈ പറയുന്ന വിധത്തിലാണെങ്കിൽ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണം അത് ശേഖരിക്കുന്നു, അത് ഏത് വിധത്തിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു കണക്കുമില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ 25 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് താങ്കൾ പറയുന്നു. ഒരു അന്വേഷണം ഉണ്ടായാൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുൻകാലത്ത് ആർക്കൊക്കെ കൊടുത്തു എന്ന കണക്കുകൂടി പുറത്തു വരില്ലേ? തീർച്ചയായിട്ടും പുറത്തു വരും. അത് പുറത്തു വരണമെന്നുള്ളത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ആഗ്രഹിക്കുന്നത്. കാര്യം ഈ കൊടുത്തിട്ടുള്ളവരായിട്ട് ഞങ്ങളാരും കൊടുത്തിട്ടുള്ള പൈസയൊന്നും അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പൈസയല്ല. അത് ഞങ്ങളുടെ പേഴ്സണൽ വിഡ്രോവലായിട്ട് വിഡ്രോ ചെയ്തതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ബാർ ഉടമകൾ കണക്ക് ഈ 1 രൂപ ചോദിക്കുമ്പോൾ 1 രൂപ അവർ വിഡ്രോ ചെയ്തിട്ട് അവരെ കൊടുക്കുകയും ഈ പൈസ വാങ്ങിക്കൊണ്ടുപോയി ഈ സമാഹരിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ പ്രാവശ്യവും ഓരോ എമൗണ്ടുകൾ ഭീമമായ തുകകൾ ആവശ്യപ്പെടുകയും കൊടുക്കുകയും ചെയ്തിട്ടുള്ള വസ്തുത ഉണ്ടായിട്ടുണ്ട്. ആ രാജ്കുമാർ തന്നെ പല ചാനൽ ചർച്ചയിലും പറയുണ്ടായല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങളൊരു ചായ പോലും അടിച്ച് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മേടിക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പൈസയിലേക്ക് വന്നപ്പോഴാണ്, ബാക്കിയുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോഴാണ് അവരും അതിൽ നിന്ന് പിന്മാറിയത്, ആ എമൗണ്ട് പറയാത്തത്. പക്ഷേ ഈ പിരിച്ചിട്ടുള്ള തുക ബാർ ഹോട്ടൽ ഉടമകളുടെ പലരുടെയും കണക്കുകൾ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്. 4.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയും കൊടുത്തിട്ടുള്ള ബാർ ഉടമകൾ പോലും വിജിലൻസിൽ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ശ്രീ ബിജു രമേശ്, അവസാനമായ ഒറ്റ കാര്യം കൂടി ശ്രീ ബിജു രമേശ്, ഈ ബാർ ഹോട്ടൽ ഉടമകൾ അവരുടെ സംഭാവന അസോസിയേഷൻ ചോദിക്കുമ്പോൾ ബാർ ഹോട്ടൽ ഉടമകൾ അത് കണക്കിൽപ്പെടുത്തി തന്നെയാണ് അസോസിയേഷന് സംഭാവനയായി നൽകാറ്. പക്ഷേ അസോസിയേഷൻ അത് കണക്കിൽപ്പെടുത്താതെ സൂക്ഷിക്കുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി താങ്കൾ ഈ പറയുന്ന പോലെ നിയമവിരുദ്ധമായോ
സ്വാധീനിക്കാനോ ഒക്കെ ഉദ്ദേശിച്ചുള്ള മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുകയാണ് എന്നാണോ താങ്കളുടെ ആക്ഷേപം? അല്ലല്ല, ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് പൊളിറ്റിക്കൽ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് പിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ പൊളിറ്റിക്കൽ ഫണ്ട് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ അത് എൻ്റെ പേഴ്സണലായിട്ട് വിഡ്രോ ചെയ്യും, അത് കൊടുക്കുകയും ചെയ്യും. കാര്യം അസോസിയേഷൻ റെസീറ്റ് തരുന്നില്ല. റെസീറ്റ് തരാതെ കൊടുക്കുന്നത് കൊണ്ട് അത് പേഴ്സണൽ വിഡ്രോവലായിട്ട് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. റെസീറ്റ് നിയമപരമായി കൊടുക്കുന്നതിന് ലീഗൽ ഫണ്ടിലേക്ക് പിരിക്കും. അതിന് അസോസിയേഷൻ റെസീറ്റ് കൊടുത്ത് തന്നെയാണ് പിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായുള്ള പിരിവുകളാണ് നടത്തിയത്. പക്ഷേ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കണക്ക് പുസ്തകമുണ്ട്. ആ പുസ്തകം ഈ MD ധനേഷിൻ്റെ കൈവശമുണ്ട്. പിടിച്ചെടുക്കാനോ അത് അവർ വരുത്തി ചോദ്യം ചെയ്യാനോ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അത് പറ്റിയ പരാജയമാണ്. അതിനുള്ള സമ്മർദ്ദങ്ങൾ ഉള്ളത് കൊണ്ടാണ് MD ധനേഷിനെയോ രാജ്കുമാറിനെയോ വിജിലൻസ് ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ബിജു രമേശ് ഞങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റ് അതിഥികളിലേക്ക് തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ MG രാമൻ, ഇവിടെ ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വലിയ തോതിൽ പണം ഈ കേസുകളിൽ ഒക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്, പണമിടപാടുകൾ ഈ കേസിലൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്, ഇവരുടെ ഒക്കെ സ്വാധീനം വലിയൊരു ഘടകമാണ്. ഇത്തരം കേസുകളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുക എന്നത് സ്വാഭാവികമല്ലേ? ആ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാവില്ലേ ഒരുപക്ഷെ വിജിലൻസ് ഡയറക്ടർക്ക് വിൻസെന്റ് പോൾ എത്ര സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാലും ആ സമ്മർദ്ദത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ടാകില്ലേ? ക്വാളിഫിക്കേഷൻസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞത് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. ബിജു രമേശ് പറഞ്ഞത് അൺഅക്കൗണ്ടഡ് മണി കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്, പണ്ട് തൊട്ടേ കൊടുക്കാണ്ടത്. ഇത് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എവിടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം ബിജു രമേശ് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മെയിൻലി കൊടുത്ത രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അൺഅക്കൗണ്ടഡ് മണി ഇത് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് ഇത് കൊടുത്തോണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതും വിൻസെന്റ് പോളായിട്ട് ഒരു കോൺടാക്റ്റിൽ. വിൻസെന്റ് പോളിൻ്റെ ഇന്നത്തെ ഓൺലി ഇഷ്യൂ ഈസ് വിൻസെന്റ് പോൾ ഈ ഒരു തീരുമാനം എടുത്തുള്ളൂ. അതിനെ പോലെയാണ് ഇഷ്യൂ എല്ലാം ഡിസ്കഷനും അങ്ങനെ ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കാൻ പാടില്ലായിരുന്നു. ഹി ഷുഡ് നോട്ട് ഹാവ് ഓവർ റൂൾ ദ SP. അതാണ് ഇഷ്യൂ. ദ പവർ ഓഫ് ഞാൻ പറയണത് അങ്ങേർ ചെയ്തത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷെ അത് ഇല്ലീഗൽ അല്ല. മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യും, അത് അങ്ങേർക്കും ചെയ്യാം. പക്ഷെ അത് കരുതി കൂട്ടിയിട്ട് ഒരു ഇല്ലീഗലായിട്ടൊന്നുമല്ല അങ്ങേർ ചെയ്തത്, അതൊരു മിസ്റ്റേക്കാണ്, മിസ്റ്റേക്കായിപ്പോയി. പക്ഷേ അതിൻ്റെ മുകളിൽ ഇത്രയെല്ലാം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അതാണ് എൻ്റെ ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ദിസ്. ഇപ്പോൾ അത് UDF ആണെങ്കിൽ LDF ആണെങ്കിലും അങ്ങേര് LDF സമയത്തും ഇങ്ങനത്തെ ഒരു കുറ്റത്തിൽ പാവം ഒരു പേര് ദോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർ ഭരിക്കുന്ന സമയത്ത് തന്നെ അങ്ങേർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു ഓഫീസറാണ് അങ്ങേർ ചെയ്തത്. ഞാൻ ആസ് എ സീനിയർ ഓഫീസർ എനിക്ക് തോന്നുന്നത് അങ്ങേരെ പവേഴ്സിൻ്റെ ഉള്ളിൽ വിതിൻ ദിസ് പവേഴ്സ് ഹാസ് ആക്ടഡ്. അങ്ങേർക്ക് പവറുണ്ട്, either to disagree or agree. He has disagreed. What is wrong in that? ശരിയാ, people don't like it. എന്താണ് everybody wants the Mani to be prosecuted. പക്ഷേ he has given an opinion that Mani need not be prosecuted. That is his view. As a director of vigilance, he can have his views. You may disagree, you may not disagree. അതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ ഈ കോയയുടെ പൈസ, that is nothing to relate with Vincent Paul. Let us not tarnish his image. ശ്രീ MG രാമൻ, അത് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു തീരുമാനമെടുത്തു, അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ തീരുമാനം എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് നിയമപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ളതാണ്. പക്ഷേ നിയമപരമായി തന്നെ കോടതി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കേസിൽ സാക്ഷി പറഞ്ഞിരിക്കുന്ന ഒരാൾ ബിജു രമേശിൻ്റെ ഡ്രൈവറാണ്, ഈ കേസിലെ ഹൈലി ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് എന്നൊരു ഒബ്സർവേഷൻ നിയമോപദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സർക്കാർ മറ്റ് സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് സ്വീകരിച്ച നിയമോപദേശങ്ങളിൽ ഉണ്ടായിരുന്നു. വിൻസെന്റ് പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. കോടതി ചോദിക്കുന്നൊരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിൻ്റെ മേൽനോട്ട അധികാരമുള്ള ഉദ്യോഗസ്ഥനോ എങ്ങനെയാണ് ഒരു സാക്ഷിയുടെ വെറാസിറ്റി ജഡ്ജ് ചെയ്യുക? അത് ഒരു കോടതിയിൽ, ട്രയലിൽ, വിചാരണയിൽ മാത്രമല്ലേ അത് പരിശോധിക്കപ്പെടേണ്ടത്? അങ്ങനെ നിയമപരമായ കാര്യങ്ങളിൽ കൂടി ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയണത്, ഡയറക്ടർ ഓഫ് വിജിലൻസ് അങ്ങേര് പഠിച്ചിട്ടുണ്ട്, അങ്ങേര് കേസ് പഠിച്ചിട്ട് മാത്രം റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും പറയണത് അങ്ങേര് പഠിച്ചിട്ട് മാത്രമാണ്
ആ കേസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങേർക്കറിയും എന്താണ് അങ്ങേർ ചെയ്തേക്കണാണ്. അപ്പോൾ അങ്ങേർ ചെയ്തത് അങ്ങേർ ചെയ്തത് പറയുന്നത് ഇപ്പോഴും പറയുന്നത് വിതിൻ ദ പവേഴ്സാണ് ചെയ്തേക്കണത്. അത് കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യാം, കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട, ദാറ്റ് ഇസ് ലെഫ്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട്. പക്ഷേ അങ്ങേർ ചെയ്തത് ഈസ് വിതിൻ ഹിസ് പവേഴ്സ്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ ഇപ്പോൾ ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ അന്വേഷണത്തിൽ കെ മാണിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ബാർ ഹോട്ടൽ അസോസിയേഷൻ അവർ കൈക്കൂലി നൽകുന്നതിന് പണം സമാഹരിച്ചു എന്ന ആക്ഷേപമുണ്ട്. ആ പണം അവർ കൈമാറ്റം ചെയ്തു എന്ന ആക്ഷേപമുണ്ട്. അതേക്കുറിച്ച് അന്വേഷിച്ചതായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. അത് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. 1 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അവരെന്ത് നടത്തി എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണത്തിലൊരു പക്ഷപാതിത്വമുണ്ടായി എന്ന ആക്ഷേപത്തിന് കൂടി ഒരുപക്ഷെ SP സുകേശന്റെ റിപ്പോർട്ട് പോലും ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കോടതിയുടെ പരാമർശത്തെ അടിസ്ഥാനമാക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുമോ? അല്ല, ഇവിടെ പ്രശ്നം അതല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല എന്താണ്? തെളിവുകൾ ശേഖരിക്കാം. ആ തെളിവുകൾ സ്വീകാര്യമാകുമല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇന്ന സാക്ഷിയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇന്ന സാക്ഷിയെ വിശ്വസിക്കാം എന്ന് പറയേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ കേസുകളും കോടതിയിൽ എത്തുന്നതിന് മുമ്പേ ഡയറക്ടർ വിജിലൻസ് അങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഇവിടെ ചെയ്തത് അങ്ങനെയല്ല. ഇവിടെ ശ്രീ സുകേശൻ ഒരു റിപ്പോർട്ടുണ്ടാക്കി. അദ്ദേഹം ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്തു, ഒരുപാട് പേരിൽ നിന്നും മൊഴികളെടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന നിഗമനത്തിൽ ഞാൻ എത്തുന്നു. എന്തിന്? ഒരു വിചാരണ നടത്താൻ. വിൻസെൻ്റ് എം പോൾ പറയുന്നു ആ സാക്ഷികൾ വിശ്വസ്തന്മാരല്ല. എന്ത് അധികാരം വെച്ചാണ്? ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിമിനൽ നടപടി നിയമത്തിലെ 154 മുതൽ 173 ഫൈനൽ റിപ്പോർട്ടിനുള്ളത്. ആ വകുപ്പുകളിലൊന്നും ഒരു മേലുദ്യോഗസ്ഥന്, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥനോ നടത്തിയ അന്വേഷണം വിശ്വസനീയമല്ല എന്ന് പറയാൻ അധികാരം നൽകുന്നില്ല. അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അദ്ദേഹത്തിന് സൂപ്പർവൈസ് ചെയ്യാം. കൂടുതൽ പരിചയസമ്പന്നന്മാരാണല്ലോ DGPമാരാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പരിചയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന സാക്ഷികളെ കൂടി മൊഴിയെടുക്കണം, ഇന്ന രീതിയിൽ അന്വേഷണം നടത്തുക എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഇതുവരെ എടുത്തിരിക്കുന്ന തെളിവുകൾ വിശ്വാസ്യമല്ലാത്തത് കൊണ്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കില്ല എന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. ഇതാണ് ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ച്. അല്ലാതെ ശ്രീ വിൻസെൻ്റ് എം പോളിനെ വ്യക്തിപരമായി വിമർശിക്കുകയോ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ചോദ്യം ചെയ്യുകയോ കോടതി ചെയ്തിട്ടില്ല. അദ്ദേഹം നടത്തിയ ക്രമരഹിതമായ നടപടിക്രമങ്ങളെ കോടതി നിരാകരിക്കുകയാണ് ചെയ്തത്. അതിലെന്താ തെറ്റ്? കോടതിക്ക് മറ്റെന്ത് മാർഗം ഉണ്ടായിരുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണ മധ്യേ കാണിക്കുന്ന ക്രമക്കേടുകൾ ഏത് കോടതിയും പരിഗണിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിഗമനത്തിലെത്തേണ്ട ചുമതലയും അധികാരവും നമ്മുടെ രാജ്യത്തെ കോടതികൾക്കാണ്. ആ കടമ നിർവഹിക്കുക മാത്രമാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി ചെയ്തത്. ജോസഫ് എം പുതുശ്ശേരി, കേരള കോൺഗ്രസ് എം നേതാവ്, അദ്ദേഹം കൂടി ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇവിടെ കോടതി വിധി വന്നതിൻ്റെ തൊട്ടു പിറകെ വിൻസെൻ്റ് എം പോൾ ഞാൻ ഈ സ്ഥാനം ഒഴിയുകയാണ്, വിജിലൻസിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും വിധത്തിൽ ഈ സ്ഥാനത്ത് തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇനിയും ഈ സ്ഥാനത്ത് തുടർന്നാൽ ഇനി അങ്ങോട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ മേലും സംശയത്തിൻ്റെ നിഴൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാനമൊഴിയുകയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതേ മാനദണ്ഡം ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാർക്ക് കൂടി ബാധകമാകേണ്ടതല്ലേ? അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തുടരന്വേഷണം നടക്കേണ്ടതാണ്, പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു കേസുണ്ട് എന്ന് കോടതി പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ധനമന്ത്രി KM മാണിക്കും ഈ ധാർമ്മികമായ ബാധ്യത അതില്ലേ? അല്ല, തുടരന്വേഷണം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി സംഭവിച്ചിരിക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇക്കാര്യത്തിൽ ഉണ്ടാവരുത്. തുടരന്വേഷണം ഇതിനു മുമ്പ് ഇടതുമുന്നണി മന്ത്രിസഭയുടെ കാലത്തും UDF മന്ത്രിസഭയുടെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എന്താണ് ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? ആ കീഴ്വഴക്കമനുസരിച്ചാണ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാവുക. അതിന് വ്യത്യസ്തമായി ഈ കേസിൽ ഒരു നടപടി ഉണ്ടാവണം എന്ന് വാദിക്കുമ്പോഴാണ് അതിന് ദുർവ്യാഖ്യാനം എന്ന നിലയിലേക്കുള്ള ഒരു വ്യാപ്തി കടന്നു വരുന്നത്. അവിടെയാണ്, അതാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തുടരന്വേഷണം നടക്കട്ടെ. ജോസഫ് പുതുശ്ശേരി, അവിടെ ഒരു ചെറിയ കാര്യം ശ്രീ ജോസഫ് പുതുശ്ശേരി, UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത്തരം ചില കീഴ്വഴക്കങ്ങൾ ഉണ്ട്. മുൻമന്ത്രി KP വിശ്വനാഥൻ, മുൻമന്ത്രി LDF രാമചന്ദ്രൻ മാസ്റ്റർ,
ഇവരൊക്കെ രാജിവെച്ചത് ആരോപണങ്ങളുണ്ടായി. കെ പി വിശ്വാസന്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി. രാമേന്ദ്രൻ മാസ്റ്ററുടെ കാര്യത്തിൽ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ചില കീഴ്വഴക്കങ്ങൾ കൂടിയുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ മന്ത്രിമാരുടെ രാജി ഉണ്ടായിട്ടുള്ളത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതല്ലാതെ ഒരു മന്ത്രിസഭയിൽ നിന്ന് ഒരു മുന്നണി ഗവൺമെൻറ് കാലത്തും മന്ത്രിമാരുടെ രാജി ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത. ഞാൻ ഓരോന്നോരോന്നായി എടുത്ത് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെതായ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഈ ജനറലായി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇക്കാര്യത്തിൽ വിൻസെൻ്റ് പോൾ എടുത്ത ഒരു നിലപാട് നിയമത്തിൻ്റെ, അദ്ദേഹം ഈ രാജിവെക്കുന്നു, ഒഴിയുന്നു എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം പ്രസക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സത്യസന്ധമായി നീതിയുക്തമായി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ചങ്കൂറ്റത്തോടെ എവിടെയും നിന്ന് പറയാൻ കഴിയും എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ കേസ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ CPI MLA ശ്രീ VS സുനിൽകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നൽകിയ നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർക്കാണ്. ഡയറക്ടർ ഈ കേസിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മറ്റ് സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ സ്വതന്ത്രമായ തീരുമാനമെടുക്കണമെന്ന് വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ട് ഉത്തരവിട്ടിരുന്നു എന്ന് കേരള കോൺഗ്രസ് എം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. മറ്റ് സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ സ്വതന്ത്രമായ തീരുമാനം എടുക്കുകയല്ല വിജിലൻസ് ഡയറക്ടർ ചെയ്തത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന് വിജിലൻസ് കോടതി ചെയ്തത്. അതിന് നിരവധി ന്യായങ്ങൾ വിജിലൻസ് കോടതി നിരത്തുകയും ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ആവർത്തിച്ചു പറയുന്നല്ലോ, വിജിലൻസ് ഡയറക്ടർ ആവർത്തിച്ചു പറയുന്നു, അദ്ദേഹം നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ഇവിടെ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരു അഴിമതി കേസ് നിലനിൽക്കണമെങ്കിൽ നിയമത്തിൽ പറയുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് ഉണ്ടാവണം, അക്സെപ്റ്റൻസ് ഉണ്ടാകണം, ഫേവർ ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അഴിമതി കേസ് നിലനിൽക്കുകയുള്ളൂ എന്ന് നിയമം വ്യക്തമായി അനുശാസിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നയാൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിയമവിദഗ്ധനല്ല, എൻ്റെ ആ പരിമിതി വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ നിലയിലാണ് മുൻപ് കേസുകൾ ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടുള്ളത്. എന്ന് മാത്രമല്ല, തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഘട്ടങ്ങളിൽ തുടരന്വേഷണം, ഈ റിപ്പോർട്ട് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തുടരന്വേഷണം നടത്താൻ പറഞ്ഞു. ആ റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞു അതുപോരാ, വീണ്ടും തുടരന്വേഷണം നടത്തണമെന്ന് രണ്ടാമതും പറഞ്ഞു. ആ രണ്ടാമത്തെ തുടരന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ചരിത്രം വിജിലൻസ് കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. കേസും വ്യക്തതയും ഒക്കെ ഞാൻ വേണമെങ്കിൽ വ്യക്തമായി പറയാം. അപ്പൊ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് കുറ്റക്കാരനായി കാണാൻ വേണ്ടിയാണ്, കുറ്റക്കാരനായി കോടതി വിധിച്ചിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. ജോസഫ് മുസ്ലിം അങ്ങനെ കുറ്റക്കാരനായി കോടതി വിധിച്ചിരിക്കുന്നു എന്ന മുൻവിധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ജനിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല അക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ വിൻസെൻ്റ് പോൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞത്. സ്വതന്ത്രമായ അന്വേഷണം നടക്കുന്നില്ല എന്ന സംശയം ഞാൻ ഈ സ്ഥാനത്തിരുന്നാൽ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഒഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ധാർമ്മികമായ ഉത്തരവാദിത്വം, സ്വതന്ത്രമായ അന്വേഷണം നടക്കുന്നു എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അത് ഭരണാധികാരികൾ കൂടി വേണ്ടതല്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നിന്നുകൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സത്യസന്ധമായി നീതിയുക്തമായിട്ടാണ് ഞാനിത് നിർവഹിച്ചിട്ടുള്ളത്. അത് എവിടെ നിന്നും ചങ്കൂറ്റത്തോടെ പറയാൻ എനിക്ക് കഴിയും. എന്നാൽ ഈ ആരോപണം ഇത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ തുടർന്നാൽ ഇത് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു എന്നാണ് പറഞ്ഞത്. ആമുഖമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് അതിൽ പ്രസക്തമായൊരു കാര്യം. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു, എന്നിട്ടും ഈ ആക്ഷേപം കേൾക്കേണ്ടി വന്നു. രാംകുമാർ, ഒരു കാര്യം കൂടി, ഇവിടെ നിയമവിധേയമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പശ്ചാത്തപിക്കേണ്ട കാര്യവുമില്ല, നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്നാണ് വിൻസെൻ്റ് പോൾ ഇന്ന് പറഞ്ഞത്. ഇന്നത്തെ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിജിലൻസ് കോടതി ഇത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കത്തക്ക കേസാണ് എന്ന്
ഉത്തരവിടാൻ പാകത്തിലേക്ക് നിരത്തുന്ന ന്യായങ്ങൾ പരിശോധിക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജോസഫ് മുതുശ്ശേരി, ഞാൻ അഡ്വക്കേറ്റ് രാംകുമാറിന് ശേഷം ജോസഫ് മുതുശ്ശേരിക്ക് ഞാൻ മടങ്ങി വരാം. ഒരു കീഴുദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് ഇന്ന രീതിയിൽ അന്വേഷിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കാൻ മേലുദ്യോഗസ്ഥന് അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം സമ്പാദിച്ച തെളിവുകൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴി വിശ്വസനീയമല്ല എന്ന് പറയാൻ ക്രിമിനൽ നടപടി നിയമത്തിൽ ഏതെങ്കിലും വകുപ്പ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? ആ ചുമതല കോടതിക്കാണ്. ഒരു സാക്ഷി വിശ്വസ്തനാണോ, സാക്ഷിമൊഴി സ്വീകരിക്കാമോ, തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. സാക്ഷിമൊഴി വഴി പ്രഥമദൃഷ്ട്യാ ഒരു കേസ് ഉണ്ടെങ്കിൽ ചാർജ് ഫ്രെയിം ചെയ്യേണ്ട ചുമതലയും കോടതിക്കാണ്. അതിനാണ് കോഗ്നൈസൻസ് എന്ന വാക്ക് ക്രിമിനൽ നടപടി നിയമത്തിൽ എടുക്കുന്നത്. ഈ റിപ്പോർട്ട് സ്വീകരിക്കാമെങ്കിൽ കോഗ്നൈസൻസ് എടുക്കുന്നു. റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും അന്വേഷണം നടത്താൻ പറയുന്നു. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത് ഡയറക്ടർ ഓഫ് വിജിലൻസിൻ്റെ അധികാരപരിധിക്ക് പുറത്താണ് എന്ന് കോടതി പറഞ്ഞത് 100% നിയമവിധേയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ. ഇത്രയും സത്യസന്ധമായി അന്വേഷണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന വിജിലൻസ് ഡയറക്ടർ തനിക്ക് അതിനുള്ള അധികാരം, തൻ്റെ കീഴുദ്യോഗസ്ഥൻ ശേഖരിച്ച മൊഴി വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരു സാക്ഷി ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഏത് നിയമമാണ് അദ്ദേഹത്തെ അനുവദിക്കുന്നത്? എം വി ജയരാജൻ അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം വി ജയരാജൻ, ഇവിടെ കീഴ്വഴക്കങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇത്തരം തുടരന്വേഷണങ്ങൾ മുൻകാലത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലതരം ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉയർന്നിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. വിജിലൻസ് കോടതിയിൽ പലവറി കേസ് വന്നിട്ടുണ്ട്. വിജിലൻസ് കോടതി തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും വീണ്ടും റിപ്പോർട്ട് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും മന്ത്രിമാർ രാജിവെച്ച് മാറിയ കീഴ്വഴക്കമില്ല. ആ കീഴ്വഴക്കം, അങ്ങനെ രാജിവെക്കാത്തൊരു കീഴ്വഴക്കം, അത് തുടരാനാണ് കേരള കോൺഗ്രസ് എം ആഗ്രഹിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ശ്രീ എം വി ജയരാജൻ, കേൾക്കാമോ? റൈറ്റ്, എം വി ജയരാജനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില ചെറിയ തകരാറുകളുണ്ട്. ശ്രീ എം ജി രാമൻ, അവസാനമായി ഒരൊറ്റ കാര്യം. ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ ചൂണ്ടിക്കാണിച്ച കാര്യം, നിയമപരമായി ശരിയാണ് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ വിജിലൻസ് ഡയറക്ടറുടെ നടപടികളിലുണ്ട് എന്നത് താങ്കൾ അതിനോട് യോജിക്കുന്നു? അങ്ങേരെ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. അങ്ങേരുടെ വ്യൂസ് പറഞ്ഞു, ഞാൻ കേട്ടുകയും ചെയ്തു. ഞാൻ ഫോർമർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ്. ഇന്ന് വിജിലൻസ് ഡയറക്ടർ എന്താ ചെയ്തത്? അങ്ങേരെ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ വ്യൂസ് എടുത്തിട്ടുണ്ട് ഈ കേസിൻ്റെ മോഡിയിൽ. ഹി ഗോട്ട് ദ വ്യൂസ് ഓഫ് ദ സീനിയർ അഡ്വക്കേറ്റ്സ്. അവരുടെ വ്യൂസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി തീരുമാനം എടുത്തേക്കുന്നത്. സോ ലെറ്റ് ദ അഡ്വക്കേറ്റ്സ് ഡിസൈഡ്. ഇപ്പോൾ അതിൽ വിൻസെന്റ് ബൗൾ ഗെറ്റ്സ് അങ്ങേർക്ക് ഹി ഗെറ്റ്സ് അഡ്വൈസ് ഫ്രം ദി സീനിയർ അഡ്വക്കേറ്റ്സ്. They know what is the law. Law പ്രകാരം എന്താണ് അതാണ് അങ്ങേർ ചെയ്തത്. ദാറ്റ് ഇസ് വാട്ട് ഹി ഫീൽസ്. അങ്ങേർ ഫീൽ ചെയ്തത് അഡ്വക്കേറ്റ്സ് പറഞ്ഞ പ്രകാരം ഇങ്ങനെ ചെയ്യാൻ അങ്ങേർ ചെയ്തു. ഇനി ലെറ്റ് ഇറ്റ് ബി ഫൈറ്റ് വിത്ത് ദി അഡ്വക്കേറ്റ്സ്. നമ്മൾ എന്തിനാണ് ഇത് ഫീൽഡ് പറഞ്ഞത്? അവസാനമായി ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഒരു കാര്യം കൂടി. ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ, അല്ലെങ്കിൽ ബിജു രമേശ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരാക്ഷേപം അന്ന് തന്നെ കേരള കോൺഗ്രസ് എം ഉന്നയിച്ചിരുന്നു. അത് അന്വേഷിക്കാൻ പാർട്ടി തലത്തിൽ ഒരു സമിതിയെയും നിയോഗിച്ചിരുന്നു. എന്തായി ആ സമിതിയുടെ അന്വേഷണം? ഇപ്പോൾ ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്ന മട്ടിൽ കോടതി നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന കൂടി പ്രസക്തമാകുന്നുണ്ടല്ലോ, അതുകൂടി പുറത്തേക്ക് വരേണ്ടതല്ലേ? അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ എത്രയോ തവണ വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. പാർട്ടി നിയോഗിച്ച അന്വേഷണ സമിതി പാർട്ടിക്ക് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ഒരു ആഭ്യന്തര സംവിധാനം എന്നുള്ള നിലയിലാണ് ചെയ്തത്. സമിതി അക്കാര്യം സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്, ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പുറത്ത് പരസ്യപ്രസ്താവന നടത്തി പുറത്തുവിടുക എന്നുള്ളത് ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റ കാര്യം, പാർട്ടിയുടെ ലീഡർ ഒരു കേസിൽ നിലനിൽക്കുന്നതാണ് പ്രഥമ ദൃഷ്ട്യാ എന്ന് പറയുന്ന ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴും
ഗൂഢാലോചന സംബന്ധിച്ച് പാർട്ടിക്ക് ബോധ്യപ്പെട്ടാൽ മതി, ഞങ്ങൾക്കത് പുറത്തു പറയേണ്ടതില്ല എന്ന് പാർട്ടി ഒരു നിലപാടെടുക്കുന്നതിന്റെ കാരണം എന്താണ്? അതാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ഒരുപോലെ പുറത്തു പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ആഭ്യന്തരമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നീക്കങ്ങളും തീരുമാനങ്ങളും എടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. അത് പുറത്ത് പരസ്യമായി പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വിശദീകരണം നൽകേണ്ട കാര്യമുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇപ്പോൾ ബിജു രമേശിൻ്റെ വാക്കുകൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണല്ലോ. അദ്ദേഹം ആരോപണം ഉന്നയിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 3 മണിക്കൂർ സാവകാശം. ശ്രീ ജോസഫ് മുതുശ്ശേരി, വളരെയധികം നന്ദി ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ജോബ് മൈക്കിൾ, അഡ്വക്കേറ്റ് രാംകുമാർ, MGA രാമൻ, ഒപ്പം MV ജയരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.